പാണ്ടിക്കാട് വീട് കയറി കവർച്ച നടത്താൻ ശ്രമിച്ച കേസിൽ ഉൾപ്പെട്ട 10 പേരിൽ 9 പേരെയും പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പാണ്ടിക്കാട് കുറ്റിപ്പുള്ളി സ്വദേശി അബ്ദുവിന്റെ വീട്ടിൽ 5 പേരടങ്ങിയ സംഘം അതിക്രമിച്ചു കയറി കവർച്ചാ ശ്രമം നടത്തിയത്. കവർച്ചയുടെ മുഖ്യ സൂത്രധാരനടക്കം 10 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് ബേപ്പൂർ സ്വദേശി KV അനീഷ്, പന്തീരങ്കാവ് സ്വദേശി കൊല്ലാക്കാത്ത വീട്ടിൽ നിജാസ്, കല്ലായി സ്വദേശി അബ്ദുൾ റാഷിഖ്, മാറാട് സ്വദേശി മുഹമ്മദ് ഷഫീർ, കൊയിലാണ്ടി കുറുവങ്ങാട് സ്വദേശി മുഹമ്മദ് ആരിഫ്, കോഴിക്കോട് പൊക്കുന്ന് സ്വദേശി അബ്ദുൾ റൌഫ്, മഞ്ചേരി പുല്ലാരി സ്വദേശി ഉമ്മർ, കൊണ്ടോട്ടി സ്വദേശി സവാദ്, മമ്പാട് സ്വദേശി മുഹമ്മദ് ഷിഫാൻ, ഓടായിക്കൽ സ്വദേശി അഫിൽ എന്നിവരാണ് മലപ്പുറം പാണ്ടിക്കാട് കവർച്ചാ കേസിൽ പിടിയിലായത്. അഫിലൊഴികെയുള്ളവരുമായി പെരിന്തൽമണ്ണ DVSP പ്രേംജിത്ത്, പാണ്ടിക്കാട് SHO പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കവർച്ചാ ശ്രമം നടന്ന സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. പർദ്ദ ധരിച്ചെത്തിയ സംഘം വീടിന്റെ മതിൽ ചാടിക്കടന്ന് വീട്ടുകാരെ ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ച ശേഷമാണ് അതിക്രമം നടത്തിയത്. വീട്ടുടമ അബ്ദു, ഭാര്യ, ഇവരുടെ 2 പെൺമക്കൾ, പേരക്കുട്ടികൾ എന്നിവരാണ് ആക്രമണമുണ്ടാകുമ്പോൾ വീട്ടിലുണ്ടായിരുന്നത്. വീട് മുഴുവൻ പരിശോധന നടത്തിയ സംഘം എതിർക്കാൻ ശ്രമിച്ച വീട്ടുകാരെ ആക്രമിക്കുകയായിരുന്നു. ബഹളം കേട്ട് നാട്ടുകാർ ഓടിക്കൂടിയതോടെ അക്രമി സംഘത്തിലെ 4 പേർ കാറിൽ കയറി കടന്നുകളഞ്ഞു. ഒരാളെ സംഭവ സ്ഥലത്ത് വെച്ച് നാട്ടുകാർ തന്നെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കവർച്ചയുടെ പദ്ധതി തയ്യാറാക്കിയവരും ഗൂഢാലോചന നടത്തിയവരും ഉൾപ്പെടെ 10 പേർ പിടിയിലായത്. വീട്ടിൽ 10 കോടി രൂപ സൂക്ഷിച്ചിട്ടുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് വീട് ആക്രമിച്ചതെന്ന് പിടിയിലായവർ ചോദ്യം ചെയ്യലിൽ മൊഴി നൽകി. വീട് കയറിയുള്ള ആക്രമണം എങ്ങനെയായിരുന്നുവെന്ന് തെളിവെടുപ്പിനിടെ അക്രമി സംഘം പോലീസിനോട് വിവരിച്ചു. പാണ്ടിക്കാട്, മങ്കട, മേലാറ്റൂർ സ്റ്റേഷനുകളിലെ പോലീസ് സംഘമാണ് കവർച്ചാ സംഘവുമായി തെളിവെടുപ്പിനെത്തിയത്. ന്യൂസ് മലയാളം, മലപ്പുറം.